ഞാൻ ചെയ്തോട്ടെ? ആ ഈ ഫോർമുല സോൾവ് ചെയ്യാനായിട്ട് ഡി സ്ക്വയറിന് മുകളിലേക്ക് പൊക്കേണ്ടി വരും. എന്തായാലും പൊക്കേണ്ടി വരും. വരുൺ, നീ എന്തായി കാണിക്കുന്നേ? പൊക്കിക്കൊണ്ടിരിക്കുക. വരുൺ, 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 എവിടെ ശ്രദ്ധിച്ചിരിക്കുക? ഇങ്ങോട്ട് നോക്ക്. ദേ ഈ ഫോർമുല നീ ഇങ്ങനെ ചെയ്താ മതി. ഞാൻ ചെയ്തോട്ടെ? ആ, നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. ആഗ്രഹിച്ചിട്ട് കാര്യമുണ്ടോ? This is your coffee. Oh, I so much needed it. Thank you so much, darling. മേഡത്തിന്റെ കെട്ടിയോൻ രാത്രി മുഴുവൻ മേഡത്തിന്റെ കൂടെ ഇരുന്ന് പ്രോബ്ലം സോൾവ് ചെയ്യായിരിക്കും. എന്തുപറ്റി വരുൺ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, ഇല്ല. മേഡത്തിന്റെ നമ്പർ ഒന്ന് തരാവോ? ഇല്ല, ഞാൻ എൻ്റെ സ്റ്റുഡൻസിന് നമ്പർ കൊടുക്കാറില്ല. അല്ലെങ്കിലും നിനക്ക് നമ്പർ എന്തിനാ? പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ മേഡത്തോട് സംസാരിക്കാമല്ലോ. ബട്ട് ഓക്കെ. ഹലോ കല്യാണി മാം. എങ്ങനെ പറയണമെന്നറിയില്ല, പക്ഷെ പറയാതിരിക്കാൻ പറ്റുന്നില്ല. മേഡം അരികിലില്ലാതെ ഇങ്ങനെ ജീവിക്കുന്നത് ബുദ്ധിമുട്ടാ. മേഡത്തെ പറ്റി ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. രാവും പകലും ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ മേഡത്തിനെ കുറിച്ച് മാത്രമാ ചിന്ത. ഐ ലവ് യു. ഐ ലവ് യു സോ സോ മച്ച്. മേഡത്തിന് എന്നെ ഒന്ന് സ്നേഹിച്ചുകൂടെ? മേഡത്തിൻ്റെ ഹസ്ബൻഡിനെ വിട്ടേക്ക്, എൻ്റെ അടുത്തേക്ക് വാ. മേഡത്തിനെ വേറൊരാളുടെ കൂടെ കാണാൻ എനിക്ക് കഴിയുന്നില്ല. അതുകൊണ്ടാ ഞാൻ മേഡത്തിനെ എപ്പോഴും ഹാപ്പിയാക്കി വയ്ക്കും. ഒരുപാട് സ്നേഹിക്കും. മേഡത്തെ ഒരുപാട് സ്നേഹിക്കുന്ന വരുൺ. മാം. വരുൺ, നീ എന്താ ഇവിടെ? നീ എന്നെ ഫോളോ ചെയ്യണോ? ഞാനിത് തരാൻ വന്നതാ.
ഇതെന്താ? അത് ചെറിയൊരു പ്രോബ്ലമാ. പറ്റുമെങ്കിലൊന്ന് സോൾവ് ചെയ്തേക്ക്. നിന്റെ പ്രോബ്ലം ഞാൻ വായിച്ചു. ഇതിനെ പ്രോബ്ലം എന്നല്ല പറയേണ്ടത്, തെണ്ടിത്തരം എന്നാ പറയുന്നത്. നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ എനിക്ക് കത്ത് തരും. നിന്റെ മനസ്സിൽ എങ്ങനെ ഇങ്ങനത്തെ ചിന്തകൾ വന്നത്? ഇതൊക്കെയാണോ നീ ആലോചിച്ചോണ്ട് നടക്കുന്നത്? എന്താ കല്യാണി? എന്തു പറ്റി? എന്തിനാ ഇങ്ങനെ ഒച്ചെടുക്കുന്നത്? ഒന്നുമില്ല. ഇപ്പോഴത്തെ പിള്ളേർക്ക് പഠിത്തത്തിൽ ഒഴിച്ച് ബാക്കി എല്ലാത്തിലും ചിന്തയുണ്ട്. അതൊക്കെ ശരിയായിക്കോളും. സമാധാനത്തിൽ സംസാരിക്കുക. അപ്പൊ അവന് മനസ്സിലായിക്കോളും. ശരി. ഞാൻ എന്റെ ഭർത്താവിനോടൊന്നും പറയാതിരുന്ന നിന്റെ ഭാഗ്യം. പറഞ്ഞിരുന്നെങ്കിലേ നിന്റെ പ്രോബ്ലത്തിനൊപ്പം നിന്നെ അങ്ങ് തീർത്തേനെ. വേഗം ഇവിടുന്ന് പൊയ്ക്കോ. ഇനി മേലാൽ ഇങ്ങോട്ട് വന്നു പോരുത്. എന്നെ പോലെ വേറെ ആരും നിങ്ങളെ സ്നേഹിക്കത്തില്ല. ഐ ലവ് യു. ഗെറ്റ് ഔട്ട്. മാഡം പ്ലീസ്. ഇനി എന്റെ കൺമുമ്പിൽ കണ്ടുപോരുത്. ഇറങ്ങിപ്പോടാ. പോവാൻ. നമ്പർ കിട്ടി. എന്റെ കല്യാണിക്കുട്ടി, പ്രേമം തലയ്ക്ക് പിടിച്ചിട്ട് ഒരു തവണ തുനിഞ്ഞിറങ്ങിയാ പിന്നെ ഒരിക്കലും പുറമോട്ട് പോവില്ല. ഹലോ, ആരാ സംസാരിക്കുന്നത്? കണ്ടുപിടിക്ക്. ഞാൻ ഫോൺ വെക്കുകയാണ്. ഏയ് പ്ലീസ് ഫോൺ വെക്കല്ലേ. എനിക്ക് നിങ്ങളുടെ ശബ്ദം കേൾക്കാൻ കൊതിയായിട്ടാ. ഓഹോ, നീയായിരുന്നോ? നിനക്കെന്റെ നമ്പർ എവിടുന്ന കിട്ടിയ? നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. പിന്നെയാണോ ഈ നമ്പർ കണ്ടുപിടിക്കുന്നത്? നോക്ക് വരുൺ, എന്റെ പുറകെ നടക്കരുത്. വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. പ്രേമിക്കുന്ന ഒരു പ്രശ്നങ്ങളെ പേടിക്കില്ല. നിങ്ങൾക്ക് വേണ്ടി മരിച്ചാലും എനിക്ക് പ്രശ്നമില്ല. എങ്കിലങ്ങ് മരിച്ചോ? ശരി, 1 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ എൻ്റെ റൂമിലേക്ക് വന്നില്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ചത്തുകളയും. എൻ്റെ അഡ്രസ്സ് ഞാൻ മെസ്സേജ് ചെയ്തേക്കാം. ഇനി തീരുമാനിക്കേണ്ടത് നിങ്ങളാ. ഞാൻ മരിക്കുന്നത് തടയാൻ നിങ്ങളെ കൊണ്ടേ പറ്റുള്ളൂ. ഞാനെന്തിനാ തടയണേ? നിനക്ക് ചാവണമെങ്കിൽ നീ ചത്തോടാ. ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ ഫോൺ കട്ട് ചെയ്തു, ഞാൻ എൻ്റെ വെയിൻ കട്ട് ചെയ്യും. എന്റെ കൺമുമ്പിൽ വന്നു പോരുത്. ഇറങ്ങി പോടാ. നിനക്ക് ചാവണമെങ്കിൽ നീ ചത്തോടാ. ഓൾ ദി ബെസ്റ്റ്. അവൻ ചാവാൻ ഇറങ്ങിയേക്കുന്നു. ഓ, അപ്പൊ നീ ഇതുവരെ ചത്തില്ലേ? ചാവാനുള്ള പ്രോഗ്രാം ഒക്കെ ക്യാൻസൽ ചെയ്തായിരിക്കും. ഇനി മേലാൽ എന്റെ ഫോണിലേക്ക് വിളിച്ചു പോരുത്. മനസ്സിലായോ? അവസാനത്തെ കോളാ. നിങ്ങളുടെ ഫോണിലേക്ക് ഞാനിപ്പോ ഒരു വീഡിയോ അയച്ചിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്ക്. ചിലപ്പോ നിങ്ങളുടെ മനസ്സിന് കുറച്ച് സമാധാനം കിട്ടും. ഗുഡ് ബൈ. ഈ പ്രാന്തൻ ശരിക്കും അവന്റെ വെയിൻ കട്ട് ചെയ്തോ? ഇവന്റെ വീട് എവിടെയാ? എനിക്ക് അഡ്രസ് അയച്ചു തന്നായിരുന്നല്ലോ. ആ കിട്ടി. ഒരു കാര്യം ചെയ്യാം, ഏതെങ്കിലും ഡോക്ടറും കൂടി വിളിച്ചോണ്ട് പോവാ. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കുറച്ച് ബ്ലഡ് പോയെന്നേ ഉള്ളൂ. എല്ലാം പെട്ടെന്ന് ശരിയായിക്കോളും. ഓക്കെ, ശരി എന്നാ. ടേക്ക് കെയർ. ഓക്കെ, താങ്ക് യു.
നിന്നോട് ആരാ ഇങ്ങനെ വെയിൻ കട്ട് ചെയ്യാൻ പറഞ്ഞേ? നിങ്ങൾ നീ ശരിക്കും ഇങ്ങനെ വെയിൻ കട്ട് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എൻ്റെ സ്നേഹം കള്ളമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആദ്യം തോന്നിയിരുന്നു. ഇപ്പൊ എന്താ തോന്നുന്നേ? നിനക്ക് പ്രാന്താന്നു. അതെ, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് ഭ്രാന്തായതാ. ഇപ്പൊ എനിക്കും പേടിയുണ്ട്, ആ പ്രാന്ത് എനിക്കും പിടിക്കുമെന്ന്. എങ്കിൽ ഭ്രാന്ത് പിടിക്കട്ടെ. ഇല്ല, ഇതൊന്നും ശരിയല്ല. എനിക്ക് ഇങ്ങനൊന്നും പറ്റില്ല. കല്യാണി, 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 നിങ്ങൾ തിരിച്ചു വന്നോ? ആ, നീ ഇതെന്തോ ചെയ്ത? എനിക്ക് നിന്നെ വിട്ട് പോവാനേ തോന്നുന്നില്ല. എങ്കിലും മനസ്സിൽ തോന്നുന്നത് ചെയ്യ്. ഇല്ല, ഞാൻ അങ്ങനൊന്നും ചെയ്യില്ല. നീ വേണമെങ്കിൽ നിന്റെ മനസ്സ് പറയുന്ന പോലെ ചെയ്തോ. ചെയ്യട്ടെ. ഉം. ഞാൻ പോയിട്ട് നാളെ വരാം. അതുവരെ നീ ഇല്ലാതെ ഞാൻ എങ്ങനെ ഇരിക്കും? എനിക്കും പറ്റിയിട്ടൊന്നുമല്ല. നീ നിന്റെ ആരോഗ്യം ശ്രദ്ധിക്കുക. ബൈ. അതെ കല്യാണി, ആ, ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങാം. നീ വാ, കോളേജിൽ ഡ്രോപ്പ് ചെയ്യാം. അത് നിങ്ങൾ പോയിക്കോ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പോയിക്കോളാം. ഓക്കെ. ഞാൻ ഇറങ്ങാൻ നിൽക്കുക. ഇങ്ങനെ കൊതി പിടിച്ചാൽ എങ്ങനെയാ? നിനക്കപ്പോ കൊതിയില്ലേ? പിന്നില്ലാതാണോ? അതല്ല നിന്റെ അടുത്തേക്ക് ഓടി വരുന്നേ. ശരി, ഞാൻ ഇറങ്ങാം. ഒരു പകലങ്ങനെ കഴിഞ്ഞു.
ഇനി രാത്രി എങ്ങനെ കഴിയും? രാത്രി വരാൻ പറ്റില്ലല്ലോടാ. എന്റെ ഭർത്താവിന് സംശയാവില്ലേ? അയാളെ അങ്ങ് ഉപേക്ഷിച്ചൂടെ? അതിന് നീ എന്തെങ്കിലും ചെയ്യണ്ടേ? അതെന്താ? നിന്റെ ഹസ്ബൻഡ് നിന്റെ അടുത്ത് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? എനിക്ക് നീയല്ലേടാ സ്പെഷ്യൽ. ഞാൻ ഇത് ചെയ്യുന്ന കാര്യമല്ല പറഞ്ഞത്, ജോലിയുടെ കാര്യമാണ് പറഞ്ഞത്. നീയും നിന്റെ ഭർത്താവും കൂടി രാത്രി ഇതൊക്കെ ചെയ്യുമെന്ന് ഓർത്തിട്ട് എന്റെ മനസ്സിനൊരു സമാധാനമില്ല. അപ്പൊ ഒന്നും ആലോചിക്കണ്ട. ആലോചിക്കാതിരിക്കുന്ന എങ്ങനെയാ? നീ വേറൊരാളോടൊപ്പം കഴിയുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അത്രയ്ക്ക് ഇഷ്ടമാണോടാ എന്നെ? ഒരുപാട് ഇഷ്ടം. ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നും നിന്റെ ഭർത്താവിനെ അങ്ങ് കൊന്നു കളയണം. എന്റെ ദൈവമേ, എന്റെ കുട്ടൻ ഇത്രയ്ക്ക് ദേഷ്യമുണ്ടോടാ? നിനക്കിത് തമാശയായി. എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് സഹിക്കഴിയൊന്നും വേണ്ട. പറയാൻ എളുപ്പോ. ഞാനല്ലാതെ വേറൊരാൾ നിന്റെ ശരീരം കാണുന്നതും നിന്നെ തൊടുന്നതും എനിക്കൊട്ടും സഹിക്കാൻ പറ്റില്ല. നിന്നോടിപ്പോ ആരാ സഹിക്കാൻ പറഞ്ഞ്? ഞാനും എന്റെ ഭർത്താവും ഒരുമിച്ച് കിടന്ന് ഉറങ്ങുന്നേ ഉള്ളൂ. ഒന്നും നടക്കാറില്ല. അപ്പൊ ശരി, ഇപ്പൊ തന്നെ ലേറ്റായി. ഞാനെന്നാ പോവാൻ നോക്കട്ടെ. നീ ഒരുപാട് ചിന്തിച്ചു കൂട്ടണ്ട, അല്ലെങ്കിൽ ഈ കട്ട് തിന്നുന്നതിന്റെ സുഖമൊന്ന് വേറെയാ. ശരി. പോട്ടെ. ബൈ. ഇത് തുടങ്ങിയിട്ട് എത്ര നാളായി? എന്ത് തുടങ്ങിയിട്ട്? നിങ്ങൾ എന്തായി ചോദിക്കുന്നേ? നീയും ആ ചെക്കനും തമ്മിൽ ചുറ്റിക്കളി തുടങ്ങിയിട്ട് എത്ര കാലമായെന്നാ ചോദിച്ചേ? നിങ്ങൾക്ക് എന്തൊക്കെയോ തെറ്റിദ്ധാരണയുണ്ട് ഗൗരവ്. ഞാൻ അറിഞ്ഞു, എല്ലാം അറിഞ്ഞു. കുറച്ചു കാലമായി ഞാനിത് ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട്. ഇനി നീ നുണ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇതിങ്ങനെ മുമ്പോട്ട് പോയാൽ ശരിയാവില്ല. ഇവിടെ നടക്കണ ഒന്നും ശരിയല്ല. എന്നെ ചതിക്കാൻ നിനക്ക് എങ്ങനെയാടി മനസ്സ് വന്നത്? സോറി ഗൗരവ്, അത് ഞാൻ... ഇത് ശരിയാവില്ല. ഇനി ഈ ചാപ്റ്റർ എന്നേക്കുമായിട്ട് ക്ലോസ് ചെയ്യണം. അവന് ഫോൺ ചെയ്യ, എന്നിട്ട് വീട്ടിൽ ഒറ്റയ്ക്കാന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തവനെ. പക്ഷെ ഗൗരവ്... വിളിക്കാനാ പറഞ്ഞേ. ഹായ്, എന്നെ കാണാൻ വീട്ടിലേക്ക് വരുമോ? ആ, ഇവിടെ വേറെ ആരുമില്ല. ഓക്കെ, അവൻ വരുന്നുണ്ട്. വരുൺ, നീ എന്തായി ചെയ്യുന്നേ? ഇത് ചെയ്യാനല്ലേ വന്നത്? നീ വിളിച്ച വരാതിരിക്കാൻ പറ്റുമോ? നിനക്ക് വേറെ ആരും കിട്ടിയില്ല അല്ലേ? എനിക്ക് കല്യാണി ഒരുപാട് ഇഷ്ടോ. ഇതിന്റെ പേര് ലവ് എന്നല്ല, ലെസ്റ്റ് എന്നാ. കല്യാണി എന്റെ ഭാര്യയാണെന്നുള്ള കാര്യം നീ മറന്നു പോരുത്. ഭാര്യയായിരുന്നു, ഇപ്പൊ ഇവളെന്റെ ഗേൾ ഫ്രണ്ടാ. ഞങ്ങൾക്ക് രണ്ടാൾക്കും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞങ്ങൾക്കിട നിൽക്കാതെ മാറുന്നതായിരിക്കും തനിക്ക് നല്ലത്. ആഹാ, ഞാൻ മാറണല്ലേ? മാറ്റേണ്ടത് നിന്നെ. നിനക്ക് ഞാനൊരു ലാസ്റ്റ് വാണിംഗ് തരാം. ഇനി മേലാൽ എന്റെ ഭാര്യയുടെ 7 അയലത്ത് കണ്ടുപോയാ എന്റെ തനിക്കോണം നീ അറിയും. എന്നെ കല്യാണി നകറ്റാനും മാത്രം ധൈര്യമുള്ള ആരും ഇല്ല ഇവിടെ. കല്യാണി എന്റെയാ, മനസ്സിലായോ? ഇവൻ മരിച്ചു. എന്ത് ചെയ്യും? ഇവന്റെ ബോഡി എവിടെയെങ്കിലും കൊണ്ടുപോയി ഒളിപ്പിക്കണം.
ഇവിടെ എന്തൊക്കെയാ നടക്കുന്നേ? നടന്നതെല്ലാം നല്ലതിനായിരിക്കും. ഇനി ചിലപ്പോ നമ്മളുടെ ഇടയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ പാഷൻ തിരിച്ചു കിട്ടിയാലോ?